Okay, so last class we finished off with the fundamentals of mechanical vibrations, along with understanding different terminologies related to mechanical vibrations, and also how to calculate the natural frequency. So, for calculating natural frequency, we use the energy method. So, energy method do that we change our natural frequency with respect to two terms. One was omega n. Equation was root of k by m. This was natural frequency of rotation. Natural frequency of rotation. And now natural linear frequency. That term we represent due to as this was found out as 1 by 2 pi root of k by m. This is mean. ഈ രണ്ട് ടേം കിട്ടിയത് ഓർമ്മയില്ല എല്ലാവർക്കും ഐ ഹോപ്പ് യു റിമെമ്പർ ഓർമ്മയില്ല okay so when you are asked to calculate the natural frequency of a system if in a numerical what you have to do is you can find out both the values or you have to find out both the values express omega in radians per second and fn as hertz ഈ രണ്ടിലുള്ള വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക so energy method based on the total energy of the system was constant. That means total energy means sum of kinetic energy plus potential energy was equal to constant. That was the base of energy method. ഓർമ്മയില്ലേ ഇത്? Yes, sir. Yes, sir. Derivation ആയിട്ട് ചോദിക്കൂല ബട്ട് സപ്പോസ് ഇതിലൊക്കെ എന്താണ് ഇവിടെയൊക്കെ വാട്ട് ആർ ദ ടേംസ് കെ വാസ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എം എന്ന് പറഞ്ഞാൽ മാസാണ് ഈ മാസ് എന്താണ് നമ്മൾ സ്പ്രിങ്ങിന്റെ കൂടെ ഹാങ് ചെയ്ത് കിട്ടുന്ന മാസാണ് അല്ലെ അല്ലെങ്കിൽ മാസ് ഓഫ് ദ വൈബ്രേറ്റിംഗ് ബോഡിയാണ് ഈ എം എന്ന് പറയുന്നത്. Now, suppose if you are also asked to consider the mass of the spring material, ഇങ്ങനെയുള്ള ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന് ഈ മാസാണ് നമ്മൾ ഈ ഇക്വേഷനിൽ എം എന്ന് പറയുന്നത്. സപ്പോസ് യു ആർ സപ്പോസ് ടു കൺസിഡർ ദ മാസ് ഓഫ് ദിസ് സ്പ്രിംഗ് മെറ്റീരിയൽ ഓൾസോ. ഇപ്പൊ സ്പ്രിംഗ് മെറ്റീരിയൽ ഇപ്പം ഏതെങ്കിലും ഒരു അലോയിന്റെ സ്പ്രിംഗ് ആണെന്നിരിക്കുക. ദാറ്റ് പർട്ടിക്കുലർ അലോയ് മെറ്റീരിയൽ വിൽ ബി ഹാവിംഗ് എ മാസ് അല്ലേ. Let that be m1. If you are suppose required to consider this mass also, ഇങ്ങനെ ഒരു മാസം കൂടി ഉണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഇക്വേഷനിൽ എത്തുന്നത് എങ്ങനെയാണ്? ഈ മാസ് കൊണ്ട് ഉണ്ടാകുന്ന ഇനേഷ്യ, ഈ മാസ് അവിടെ കോസ് ചെയ്യുന്ന ഇനേഷ്യ എന്നുള്ള ബേസിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എത്തുന്നത്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി നമുക്ക് കിട്ടുന്നത്. If you are supposed to kind of consider the mass of the spring also, ഇവിടെയും ഒന്നുണ്ടാവും, ഇവിടെയും ഒരു ഇനേഷ്യ എഫക്ട്. That inertia effect of the mass of spring will affect or change the value of this natural frequency. So, spring material mass consider that e mass the inertia effect will also what should be applied in the equation of natural frequency. So, e mass consider this derivation important. Direct equation. If you are required to consider this mass also, m1 also consider ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ഇക്വിവലന്റ് മാസ് എന്ന് പറഞ്ഞാൽ m, അതായത് ഈ ഹാങ്ങിങ് മാസ് m പ്ലസ് 1/3 ഓഫ് ദ മാസ് ഓഫ് സ്പ്രിംഗ്. ഇതാണ് നിങ്ങളുടെ ഇക്വേഷനിലെ എമ്മിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ സ്പ്രിംഗിന്റെ മാസം കൂടി കൺസിഡർ ചെയ്താൽ നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എൻ വിൽ ബി 1/2 പൈ ഇൻറ്റു ഒമേഗ ആണ്. 1/2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എമ്മിന് പകരം എം പ്ലസ് m1/3 എഴുതണം. This is the change that will be incurred when you consider the mass of spring also. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay, now see, ഈ കെ എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആക്ച്വലി എന്താണ്? സി സപ്പോസ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടൊരു സ്പ്രിങ് ഹാങ് ചെയ്യുന്നു. ഈ സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഞാനൊരു മാസം കൂടി വെച്ചാൽ ആ സ്പ്രിങ്ങിന് ലേശം ഇലോങ്ങേഷൻ ഉണ്ടാവും അല്ലേ? മാസ് വെച്ചാൽ സ്പ്രിങ്ങിന് ലേശം ഇലോങ്ങേഷൻ ഉണ്ടാവും. ദാറ്റ് ലെവൽ ഓഫ് ഇലോങ്ങേഷൻ, ഈ മാസിന്റെ സെൻട്രൽ ആക്സിസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ റെപ്രസെന്റഡ് യൂസിങ് ദ ടേം ഡെൽറ്റ. വാട്ട് വാസ് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിംഗ് ആണ്. നിങ്ങൾ ഇത് ഒരുപാട് പ്രാവശ്യം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ കം അക്രോസ് ചെയ്ത ടേം ആണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അല്ലെ? സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടാവും. സോ ഈ ഒരു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ട്. ഈ മാസ് ഹാങ് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്കാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവും. സ്പ്രിംഗ് അല്ലെ? ആ സ്പ്രിംഗ് ഫോഴ്സ് മേലോട്ടാവും. സ്പ്രിംഗ് ഫോഴ്സിന്റെ ഈക്വലന്റ് എന്തായിരിക്കും? സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് കെ ഇൻറ്റു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ, ഇതായിരിക്കും സ്പ്രിംഗ് ഫോഴ്സ്. സോ മുകളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ് പോകുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇതിനെ ടെൻഡ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് എന്താണ്? ഈ മാസിന്റെ വെയിറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എഴുതാം? കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഫ്രീ ബോഡി ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എഴുതാം കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി, which will lead us to the value of k as what? mg by delta. k ന്റെ വാല്യൂ mg by delta എന്ന് എഴുതാം. എഴുതിക്കൂടെ? ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കണേ. k is equal to mg by delta എന്ന് എഴുതാം. ഇതിങ്ങനെ. ഇനി now let us come back to delta. Delta static deflection. ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഓർ ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ബീം, ഇതിന്റെയൊക്കെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷന് നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. m into g into l divided by e. This was a common equation that you have come across in mechanics of solids. ഒരു ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ബീം, ബെൻഡ് ചെയ്യപ്പെടുന്ന ബീം, അതിന്റെയൊക്കെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷന്റെ ജനറൽ ഇക്വേഷൻ ആണ് mgl by e. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, L എന്തായിരുന്നു? ലെങ്ത് ഓഫ് സ്പ്രിംഗ്. ദാറ്റ് മീൻസ് ഈ ടോട്ടൽ ലെങ്ത്, ഇടം വരെ ഇലോങ്ങേറ്റ് ആകുന്ന ഈ ടോട്ടൽ ലെങ്ത് ആണ് L. M മാസ് ഓഫ് സ്പ്രിംഗ് ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പ്രിംഗ്. ഈ കേസിൽ ഡെൽറ്റ വരുന്ന സ്പ്രിംഗിനാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പ്രിംഗ്. E എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? E വാസ് യങ്സ് മോഡുലസ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. Young's modulus is a unique value for the material. For Young's modulus of steel ആണെങ്കിൽ 2.2 into 10 raised to minus 5 gigapascal. 2 into 10 raised to 5 gigapascal, minus 5. അത് സ്റ്റീൽ ആണെങ്കിൽ വേറെ, അലൂമിനിയം ആണെങ്കിൽ വേറെ, കോപ്പർ ആണെങ്കിൽ വേറെ. It's a unique value for the material which is being used. So this is the general equation. Now ഈ general equation ഞാൻ ഇവിടെ substitute ചെയ്താൽ what will happen? This k becomes what? mg by delta. So this becomes mg divided by delta എന്ന് പറഞ്ഞാൽ again mgl by a ആണ്, a മേലെ പോകും. So remaining എന്തായിരിക്കും? a by l ആണ്. സോ ഇത് ഈ രീതിയിൽ കിട്ടിയാൽ നമുക്ക് ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഇനി എങ്ങനെ എഴുതാം? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ Fn is equal to 1/2π into root of k by m ആയിരുന്നു. m ന്റെ സ്ഥാനത്ത് m plus m1/3 എന്ന് എഴുതി. So now k is a by m, a divided by n into m ന്റെ സ്ഥാനത്ത് m plus m1/3. Okay, this equation is important. ഇത് ന്യൂമറിക്കൽ ആവശ്യം. എങ്ങനെ കിട്ടിയെന്ന് ആലോചിക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് വി ഒബ്റ്റെയിൻ k is equal to ഇത്. ഇവിടെ ഡെൽറ്റക്ക് ഒരു
ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് ഫൈനലി കെ ഇസ് ഈക്വൽ ടു ഇ ബൈ എം എഴുതി അത് അപ്ലൈ ചെയ്തു. All these steps are important. മനസ്സിലായോ ഇത്? Yes, sir. സോ ഇത്രയും ഡിസ്കഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തത് ഫ്രീ വൈബ്രേഷൻസിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം വൈബ്രേഷന്റെ കുറെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതിൽ പറഞ്ഞ ടേംസ് ആലോചിക്കാം. വൈബ്രേഷനിൽ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ വാസ് ദ കേസ് ഓഫ് ഫ്രീ വൈബ്രേഷൻസ്. ആ ഫ്രീയിൽ തന്നെ ഫ്രീ അൺഡാംപ്ഡ് കേസാണ് നമ്മൾ നോക്കിയത്. ഈ ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷന്റെ കേസിലാണ് നമ്മൾ ഇത്ര ഇക്വേഷൻസ് എല്ലാം എഴുതിയത്. എനർജി മെത്തേഡ് ഡിവൈസ് ചെയ്ത് എനർജി മെത്തേഡിൽ നിന്ന് നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഇക്വേഷൻ കിട്ടി. നാച്ചുറൽ ഫ്രീക്വൻസിന്റെ കൂടെ ആ ഇക്വേഷനിൽ വെൻ വി കൺസിഡർ ദി എഫക്ട് ഓഫ് മാസ് ഓഫ് സ്പ്രിംഗ് അതിലെന്ത് ചേഞ്ച് വരുന്നു, അതൊക്കെ നമ്മൾ ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻസ്. ഇനി ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻസ് ലെറ്റ് us go to ഫ്രീ ഡാംപ്ഡ് വൈബ്രേഷൻസ്. ഫ്രീ ഡാംപ്ഡ് വൈബ്രേഷൻസിലേക്ക് പോവാം. ഓക്കെ, സോ ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഞാൻ എഴുതുന്നില്ല, ഞാൻ തൽക്കാലം ഡാംപ്ഡ് വൈബ്രേഷൻ എഴുതുന്നു. കാരണം ഇതൊക്കെ ഫീവർ വൈബ്രേഷന്റെ കേസാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ നമ്മൾ എത്തി. ഡാംപ്ഡ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസിഡർ ഇവിടെ ഒരു സ്പ്രിംഗ് ഹാങ് ചെയ്യുന്നു. ദിസ് വാസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് സ്പ്രിംഗ്. സോ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് സ്പ്രിങ്ങിന് ഞാൻ എ എന്നുള്ള ഇത് കൊടുക്കുന്നു. ഈ സ്പ്രിങ്ങിന്റെ മേലെ ഒരു മാസ് ഹാങ് ചെയ്താൽ ഇത് കുറച്ച് ഇലോങ്ങേറ്റ് ആവും അല്ലെ? ഇലോങ്ങേറ്റ് ആവും എന്ന് പറഞ്ഞാൽ ലെങ്ത് മാറുന്നില്ല, അതിന് കുറച്ച് ഇലോങ്ങേഷൻ വരും. ഒരു മാസ് ഹാങ് ചെയ്താൽ ഈ ലെവലിലേക്ക് എത്തും. ഇവിടെ മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. മാസ് ഉണ്ട്. ദിസ് പൊസിഷൻ ബി ആണ്. ഇതിന് നമുക്ക് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഐ ക്യാൻ ഗിവ് എ ഫോഴ്സ്, എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കൊടുക്കാം, ബട്ട് ജസ്റ്റ് എ സിംഗിൾ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഓൺലി ഷുഡ് ബി ഗിവൻ. റെസ്റ്റ് ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് വൈബ്രേഷൻ. സാധാരണ പോലെ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സോ ആ ഒരു ഇനീഷ്യൽ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇത് വീണ്ടും കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ചെയ്യും. ഇവിടെ എത്തിയില്ല, ഇത് ഈ മാസത്തിനെ കുറച്ചും കൂടി താഴോട്ട് വരും. ഇത് ന്യൂ പൊസിഷൻ സിയിലെത്തി. ഈ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോൾ എന്താണ്, ഇവിടെ മാസ് എം ഉണ്ട്, ഇവിടെ സ്പ്രിംഗ് ഉണ്ട്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും എത്തി ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈബ്രേഷനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് മാസം ഉള്ളത്. ഇതേ മാസമാണ് ഇവിടെയുള്ളത്. ഇതേ മാസമാണ് ഇവിടെയുള്ളത്. അപ്പൊ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വൈബ്രേഷനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു കണക്ട് ഡാഷ്ബോർഡ് ടു ദിസ് സിസ്റ്റം. അതായത് ഓൾറെഡി സ്പ്രിംഗ് ഉണ്ട് ഇവിടെ. സ്പ്രിങ്ങിന്റെ അടുത്തൊരു മാസ് ഹാങ് ചെയ്യുന്നുണ്ട്. അതിനെ ഇങ്ങനെ വലിച്ചിട്ട് വിടുമ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷൻ പെട്ടെന്ന് തന്നെ എനിക്ക് നിർത്താം. അപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടീനെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ട് ബ്രേക്ക് അപ്ലൈ അല്ലെ? അതുപോലെ ആ വൈബ്രേഷൻ നിർത്താൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡാമ്പർ ഫിറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്ബോർഡ് എന്ന്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഡാമ്പർ. വാട്ട് ഈസ് എ ഡാമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ഡോറുകൾ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന അതേ ഫോഴ്സിലല്ല അത് തിരിച്ചു വരിക. ഫ്രീ ആയിട്ട് വിട്ടാൽ അത് മെല്ലനെ സ്പീഡ് കുറഞ്ഞിട്ട് തിരിച്ചു വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതാണ് ഡാമ്പിങ്.
ആ ഡോറിന്റെ ജോയിനിങ്ങിൽ മേലെ നോക്കിയാൽ നമ്മളൊരു ഒരു ലിവർ പോലത്തെ സാധനം കാണും, അതിങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ശക്തിക്ക് തുറന്നാലും തിരിച്ചിങ്ങോട്ട് അത് മെല്ലനെ വരും. പിന്നെ യൂഷ്വലി നമ്മൾ ഒരു ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കാറ്റത്ത് തിരിച്ച് അടയാണ്ടിക്കാൻ വേണ്ടി താഴെ നമ്മളൊരു ചെറിയ നോബ് കൊടുക്കും. നമ്മൾ കാലോട്ട് ചവിട്ടിയിട്ട് അതിങ്ങനെ നിലത്ത് അമർത്തി വെക്കുന്നുണ്ട്, ചെറിയൊരു നോബ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ഡോറിന് ഇതൊരു ഡോറാണെങ്കിൽ ഈ ഡോറിന് ഈ അറ്റത്ത് ചെറിയ ഇങ്ങനത്തെ ഒരു നോബ് ഉണ്ട്. ഈ നോബ് നമ്മളിങ്ങനെ കാലോണ്ട് അമർത്തി വെക്കും. അപ്പൊ അത് തുറന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകില്ല, അത് അവിടെ തന്നെ നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? Yes, sir. ഈ സാധനങ്ങളാണ് ഡാമ്പർ എന്ന് പറയുന്നത്. കാരണം അതെന്താ ചെയ്യുന്നത്, അത് അതായത് ഒരു പീരിയോഡിക് മോഷൻ, ഒരു മോഷൻ ഇങ്ങോട്ടായാലും ശരിക്കും ഡോർ തുറന്നാൽ അതിന്റെ മോഷൻ ഇങ്ങനെയാണ് അല്ലെ. സോ ഇങ്ങനെ ആയാലും തിരിച്ചിങ്ങോട്ട് വരുന്ന അതേ ഫോഴ്സ് ഇല്ല, മെല്ലനെ വരും. കാരണം എന്താ സംഭവിക്കുന്നത്, മോഷൻ ഈസ് ബീങ് അറസ്റ്റഡ്. അതിനാണ് ഡാമ്പർ എന്ന് പറയുന്നത്. സോ ഡാമ്പറിനെ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ദിസ് ഈസ് എ സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ ഉള്ള ഒരു പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിംബലൈസേഷനാണ് ഡാമ്പറിന് കൊടുത്തിട്ടുള്ളത്. ഡാമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സി യൂസ് ചെയ്തിട്ടാണ്. സി എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സി ഈസ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. സി എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഡാമ്പറിനെ കാണും. സോ ഈ ഡാഷ്ബോർഡ്, അതായത് ഈ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡാഷ്ബോർഡും കൂടി ഇതിൽ കണക്ട് ചെയ്യണം. ഈ ഒരു ഫിഗർ ആണ് ഡാംഡ് വൈബ്രേഷന്റെ ഫണ്ടമെന്റൽ ഫിഗർ. നമ്മൾ ആദ്യമേ പഠിച്ചു ബേസിക് എലമെന്റ്സ് ഇൻ എ വൈബ്രേറ്റിംഗ് മോഡൽ. വൈബ്രേറ്റിംഗ് മോഡലിലെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷനിലെ ബേസിക് എലമെന്റ്സ് എന്തായിരുന്നു? സ്പ്രിങ്, മാസ്, ഡാഷ്ബോർഡ്, ഡാമ്പർ. മൂന്നെണ്ണം പഠിച്ചിരുന്നു. ആ ഡാമ്പർ ഇപ്പോഴാണ് വരുന്നത്. തൊട്ട് മുന്നത്തെ കേസ് വെൻ വി ഡിവൈസ്ഡ് ഇക്വേഷൻസ് ഫോർ നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് നമ്മൾ വി നെവർ കൺസിഡേർഡ് ദിസ് വൺ, കാരണം ദാറ്റ് വാസ് അൺഡാംപ്ഡ് കേസ്. അതിന് ഡാംപ്ഡ് കേസിലേക്ക് ആക്കുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു ഡാമ്പർ കൂടി വരും. Now, if you fix a damper, when we consider the free body diagram, we just look at the free body diagram consider mass. Okay. എന്തൊക്കെ ഫോഴ്സസ് അതിൽ ആക്ട് ചെയ്യുന്നത്? സി, മാസ് താഴേക്ക് ഹാങ് ചെയ്യുന്നത്, സോ മോഷൻ ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മാസ് ഉള്ളതുകൊണ്ട് അതിലൊരു ആക്സലറേഷൻ ഫോഴ്സ് ഉണ്ട്, ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എം ഇൻറ്റു ആക്സലറേഷൻ. സോ എം ഇൻറ്റു ആക്സലറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഡബിൾ ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഞാനിത് ആദ്യമേ പറഞ്ഞു. വെലോസിറ്റി എക്സ് ഡോട്ട്, ആക്സലറേഷൻ എക്സ് ഡബിൾ ഡോട്ട്, ഡി എക്സ് ബൈ ഡി ടി, അതാണ് വെലോസിറ്റി എക്സ് ഡോട്ട്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി, ഡി ടി സ്ക്വയർ, അതാണ് എക്സ് ഡബിൾ ഡോട്ട്, വെലോസിറ്റിന്റെ ഡിഫറൻഷ്യൽ. സോ ദിസ് ഈസ് ആക്സലറേഷൻ ഫോഴ്സ് എം എക്സ്, അത് അപ്വേർഡ് ആണ്. രണ്ടാമത് ഡാമ്പർ ഉണ്ട്. ഡാമ്പറും എന്താണ്? ആ മോഷനെ തടഞ്ഞു നിർത്തുന്നത്. സോ ഡാമ്പർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി റിലേറ്റഡ് ടു വെലോസിറ്റി ആണ്. അതായത് ഡാമ്പിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ് എഫ് സി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ദിസ് എഫ് സി വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. ആ ബോഡിയുടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയി. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറുമ്പോഴാണ് എഫ് സി ഈസ് ഈക്വൽ ടു നമ്മൾ സി ഇൻറ്റു എക്സ് ഡോട്ട്. ഈ സി ആണ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. സോ ഡാമ്പിംഗ് ഫോഴ്സ്, ഇതിലുണ്ടാകുന്ന ഇനേർഷ്യ ഫോഴ്സ് മേലോട്ട്. രണ്ടാമത്തെ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്, അതും എങ്ങോട്ടായിരിക്കും? മേലോട്ടായിരിക്കും. കാരണം സ്പ്രിംഗ് ആണ്, ഡാമ്പർ ആണ്. ഡാമ്പറിന്റെ താഴോട്ടുള്ള മോഷനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ദിസ് വിൽ ബി സി എക്സ് ഡോട്ട്. ഇനി ഇതിലൊരു ഫോഴ്സും കൂടി ഉണ്ട്, അതെന്താ? സ്പ്രിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ. ഡാമ്പിംഗ് ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് എങ്ങനെയാണ്? സ്പ്രിംഗ് ഫോഴ്സ് ഇപ്പൊ എഫ് എസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്പ്രിംഗിന്റെ ഇലോങ്ങേഷൻ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയാം. സോ നൗ ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ആസ് കെ ഇൻറ്റു എക്സ്. എക്സ് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇവിടെ ഒരു സ്പ്രിംഗ് ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നുണ്ടാവും. അത് റിസ്റ്റോറിംഗ് എലമെന്റ് ആണ് സ്പ്രിംഗ്. അതായത് അതിന്റെ പൊസിഷൻ ഒറിജിനൽ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു കൊടുക്കും. സോ അതും അപ്പോഴായിരിക്കും, കാരണം ടോട്ടൽ ബോഡിയുടെ മോഷൻ താഴോട്ടാണ്. ദിസ് വിൽ ബി കെ എക്സ്. സോ ഈ മൂന്ന് ഫോഴ്സസ് ആണ് ഈ ഒരു മാത്തമാറ്റിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് മോഡലിൽ ആക്ട് ചെയ്യുന്നത്. ഇനേർഷ്യ ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്. ഇത് മൂന്നും മറന്നു പോയത്. ദിസ് ഈസ് ഇനേർഷ്യ ഫോഴ്സ്, ഇത് ഡാമ്പിംഗ് ഫോഴ്സ്, and this is spring force. ഈ മൂന്ന് ഫോഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത്.
ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യണേ. ഈ 3 ഫോഴ്സ് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്താൽ ഇത് ഫ്രീ ബോഡി ഡയഗ്രം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു സിസ്റ്റത്തിന്റെ വൈബ്രേഷൻ അനാലിസിസ് നടത്തുന്നത് ഈ സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് വൺ വി ഹാവ് ടു റെപ്രസെന്റ് ദാറ്റ് സിസ്റ്റം മാത്തമാറ്റിക്കലി. ആ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചത്. ഏതൊരു വൈബ്രേറ്റിംഗ് ബോഡിയിലും ഉണ്ടാകുന്ന 3 എലമെന്റ് വെച്ചിട്ട് ഏറ്റവും ഫണ്ടമെന്റൽ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഈ കാണിച്ചത്. മാസ്, ഇനേഴ്ഷ്യ ഉണ്ടാക്കുന്ന എലമെന്റ്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എലമെന്റ്, സ്പ്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന സാധനത്തിന്റെ മീൻ പൊസിഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എനർജി റിസ്റ്റോറിങ് എലമെന്റ്. ആ വൈബ്രേഷനെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, വൈബ്രേഷൻ ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഡാമ്പിംഗ് സിസ്റ്റം. സോ ഇത് 3 റെപ്രസെന്റ്സ് ദാറ്റ് പർട്ടിക്കുലർ വൈബ്രേറ്റിംഗ് സിസ്റ്റം മാത്തമാറ്റിക്കൽ. ഫസ്റ്റ് സ്റ്റേജ് മാത്തമാറ്റിക്കൽ മോഡൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ റെപ്രസെന്റേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ അനലിറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഡിവൈസ് എ ഗവേണിംഗ് ഇക്വേഷൻ. ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ അഗെയിൻ വി ക്യാൻ അപ്ലൈ വാട്ട് എനർജി മെത്തേഡ് ഇറ്റ്സെൽഫ്. അതായത് സം ഓഫ് ഓൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എനർജീസ് ഷുഡ് ബി ഈക്വൽ ടു, അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി റിലേറ്റഡ് ടു ബോത്ത് what damper and spring should be equated to constant. അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫോഴ്സിന്റെയും സം ഈക്വൽ ടു 0 എഴുതിയാൽ മതി. അതാണ് ഈ എനർജി മെത്തേഡിൽ നമ്മൾ, അതായത് എനർജി മെത്തേഡിൽ ഇപ്പം എന്താ പറയാ, ഇനേർഷ്യ, അതായത് ഇത് എന്താണ് കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് mx ഡബിൾ ഡോട്ട് കിട്ടുന്നത്. സിമിലർലി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് kx² ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് kx എന്നുള്ള വാല്യൂലേക്ക് നമ്മൾ എത്തുന്നത്. സിമിലർലി ഡാമ്പിംഗ് ഹാഫ് cx ഡോട്ട് സ്ക്വയർ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് എത്തുന്നത്. സോ ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ basic vibrating damped system is nothing but എല്ലാ ഫോഴ്സും the sum should be equal to 0. mx dot plus cx dot plus kx equal to 0. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഗവേണിംഗ് ഇക്വേഷൻ. ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. ഡിവൈഡ് ത്രൂ ഔട്ട് യൂസിങ് m x double dot plus c by m x dot plus k by m x equal to 0. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷനിൽ തുടങ്ങിയിട്ട് നമ്മൾ വലിയൊരു ഡെറിവേഷനിലേക്ക് പോകുന്നത്. ആ ഡെറിവേഷന്റെ ഉള്ളിൽ തന്നെ കുറെ ടോപ്പിക്സ് ആണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്. കുറെ ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് ടേംസ് യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ഉണ്ട്. ഈ ഡെറിവേഷന്റെ പല ഘട്ടങ്ങൾ തിയറി ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. നമ്മളിപ്പോ ചെയ്യുന്ന വി ആർ ഗോയിങ് ടു അനലൈസ് എ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഫ്രീ വൈബ്രേഷനിലെ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിന്റെ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, വൈബ്രേറ്റിംഗ് മോഡലായിട്ട് റെപ്രസെന്റ് ചെയ്തു. ആ റെപ്രസെന്റേഷൻ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തിട്ടുണ്ട്. അതിലെ ഫോഴ്സസ് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ടോ യൂസിങ് ദീസ് ഫോഴ്സസ് ഇൻ ദ ഫ്രീ ബോഡി ഡയഗ്രാം വി wrote a governing equation for motion. എന്താണ്? ദിസ് ഈസ് ഇക്വേഷൻ ഫോർ മോഷൻ. എഴുതിയത് ഈ എന്താണ്, വാട്ട് ഈസ് ദിസ് ഇക്വേഷൻ? ഈ ഇക്വേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് dx²/dt² ആണ്. പ്ലസ് ഇതെന്താണ്? c/m ഇൻറ്റു dx/dt ആണ്. പ്ലസ് ഇതെന്താണ്? k/m ഇൻറ്റു x. ഇതാണ് ഇക്വേഷൻ. So what can you say about this equation? ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, അല്ലെ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വാട്ട് ഓർഡർ? d² x by dt² എന്നുള്ളത്, അല്ലെ? സോ ഇതെന്താണ്? ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അല്ലെ? ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ differential equation. So if this is a second order differential equation, ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ പണ്ട് ഞാൻ ഈ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന വിചാരിക്കും. ഞാൻ ഈ ഫിഗർ വായിക്കുന്നത്, ഞാൻ എഴുതുന്നതിന്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. സോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ we have
അതായത് വി ഹാവ് എന്ന് പറഞ്ഞാൽ യു ഹാവ് സ്റ്റഡി നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ പോർഷനുകൾ ഏത് സെമിസ്റ്ററിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴാണ് പഠിച്ചത്? ഏത് സെമിസ്റ്ററിലാണ് പഠിച്ചത്? സെക്കൻഡ് സെമിസ്റ്ററിൽ. സെക്കൻഡ് സെമിസ്റ്ററിൽ നിങ്ങൾ ഒരുപാട് കാറ്റഗറി ഓഫ് സൊല്യൂഷൻസ് ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ആ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി അസ്യൂംഡ് ആസ്, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ഇതിന്റെ ഒരു ജനറൽ സൊല്യൂഷൻ we can assume as x is equal to e raised to alpha t. ഇങ്ങനെ ഒരു ജനറൽ സൊല്യൂഷൻ പഠിച്ച ഓർമ്മയുണ്ടാവും. ഈ ജനറൽ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സൊല്യൂഷൻ ആണ് we have assumed it as x is equal to e raised to alpha t. This is a general solution. x e raised to alpha t ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൽ നിന്ന് ഈ ജനറൽ സൊല്യൂഷൻ നമുക്ക് ആൽഫാന്റെ വാല്യൂ എന്താണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ സൊല്യൂഷൻ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഇ റേസ് ടു ആൽഫ ടി ആണെങ്കിൽ എക്സ് ഡോട്ട് എന്തായിരിക്കും? ഇ റേസ് ടു ആൽഫ ടി മൾട്ടിപ്ലൈഡ് ബൈ ആൽഫ. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എക്സ് ഡബിൾ ഡോട്ട്? എക്സ് ഡബിൾ ഡോട്ട് എന്തായിരിക്കും? ആൽഫ സ്ക്വയർ ഈ ടേം മൾട്ടിപ്ലൈഡ് ബൈ ആൽഫ ടിന്റെ ആൽഫ. Now substitute this general solution into what? Equation number 1. അല്ലെങ്കിൽ നമ്മളുടെ ഗവേണിംഗ് ഇക്വേഷനിലേക്ക്, അതായത് substituting 2 in 1. ജനറൽ സൊല്യൂഷനെ നമ്മൾ ഗവേണിംഗ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എന്ത് വരും? എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ടി പ്ലസ്, ശ്രദ്ധിക്കണം, അടുത്തത് സി ബൈ എം ഉണ്ട്. സി ബൈ എം ഇവിടെ ഉണ്ട്. എക്സ് ഡോട്ട് ഉണ്ട്. എക്സ് ഡോട്ട് എന്താ? ആൽഫ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ടി പ്ലസ് കെ ബൈ എം മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ആൽഫ ടി. ദിസ് ഈസ് ഇ റേസ് ടു ആൽഫ ടി ഈക്വൽ ടു 0. ആൽഫ ഇ റേസ് ടു ആൽഫ ടി കോമൺ ആണ്. അതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ആൽഫ സ്ക്വയർ പ്ലസ് സി ബൈ എം ആൽഫ പ്ലസ് എ ബൈ എം ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. അടുത്ത് ഇതിപ്പോ നമുക്കൊരു സാധാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അഗെയിൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആൽഫ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആൽഫ. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിച്ച കാര്യങ്ങൾ ഉപകാരപ്പെടുന്നു. ഇവിടെയാണ് നമുക്ക് ഇതിന്റെയൊക്കെ യൂസ് വരുന്നത്. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആൽഫ. സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലേ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതാറ്? സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഇതിന് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതില്ല? മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ ഇത്? ഡിഫറൻസ് മനസ്സിലാക്കണം. ദിസ് ഇസ് നോട്ട് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ. അത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതുന്നത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac. വെരി ഗുഡ്. ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്പർ 3ന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്പർ 3ന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Equation 3 solution
ഇവിടെ എക്സ് അല്ല, ഇവിടെ ഇൻ ടേംസ് ഓഫ് ആൽഫയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ് ഓഫ് സി ബൈ എൻ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ എന്താണ് ഇവിടെ സി ബൈ എൻ ബി സ്ക്വയർ മൈനസ് 4 ഈസ് മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ് അല്ലെ, എ സിക്വൽ ടു 1 ആണ്. 4 ഇൻറ്റു 1 ഇൻറ്റു സി ഉണ്ട്, സി എന്താണ് കെ ബൈ എം ആണ്. 4 കെ ബൈ എം ഹോൾ ഡിവൈഡഡ് ബൈ 2a. a again ഇവിടെ 1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി ഇതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. അതായത് മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ സി ബൈ എമ്മിന് വരും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2c by 2m whole square. This is equal to c by m square. 2 cancel ആയിപ്പോ minus 4k by m divided by 2. ഇതിനെന്താണ് ഈ 2 പുറത്തു വന്നാൽ 4/4 വരും അല്ലെ. ആ സ്ക്വയർ റൂട്ട് ഓഫ് ഈ 4 പുറത്തെടുക്കുമ്പോൾ 2 വരും. ആ 2 ഈ 2 ക്യാൻസൽ ആവും. റിമൈനിങ് എന്താ ഇവിടെ വരും c/2m മാത്രം വരും. സ്ക്വയർ റൂട്ട് ഓഫ് c/2m ഹോൾ സ്ക്വയർ വരും. ഇതിന്റെ കൂടെയുള്ള 2 ക്യാൻസൽ ആയി പോയി. ഈ 4ഉം അതായത് ഈ ബ്രാക്കറ്റ് തുറന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 4c/2m ഹോൾ സ്ക്വയർ മാറ്റി എഴുതുന്നു. 4c/2m ഹോൾ സ്ക്വയർ ഈ 4 കൂടി കോമൺ എടുത്തിട്ട് ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതുമ്പോൾ എന്താ 2 വരും. ഈ 2 ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ 2 ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2/2 ക്യാൻസൽ ആവൂലേ? ആവൂലേ? എന്റെ കൂടെ കാച്ചപ്പ് ചെയ്യണം, കാരണം ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ സമയമൊന്നുമില്ല. ഇത് സാധാരണ ബേസിക് മാത്തമാറ്റിക്സ് ആണ്. സോ ഫൈനലി നമുക്ക് എഴുതാം -c/2m. ഈ 2നെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് c/2m ഹോൾ സ്ക്വയർ മൈനസ് k/m. This is the general equation for alpha. Equation number 4. Alpha എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ആൽഫ കിട്ടി. ഈ ആൽഫനെ when we rewrite അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ രണ്ട് സൊല്യൂഷൻ വരും. ആൽഫ 1 ആൽഫ 2 എന്ന് എഴുതാം. Alpha 1 is equal to minus c/2m plus square root of this term. Alpha 2 എന്ന് പറഞ്ഞാൽ എന്താ minus c/2m minus square root of same term. ഇത് ഫില്ല് ചെയ്തിട്ട് എഴുതണേ. ലീഡിങ് ഡൗട്ട് ഉണ്ടോ? സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ട് അതിനെ ക്വാഡ്രാറ്റിക്കിലേക്ക് മാറ്റി സോൾവ് ചെയ്ത് കൊടുക്കുന്ന വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്ത് തീർന്നില്ല, കണ്ടിന്യൂ ചെയ്ത് പോകണ്ട. ഇനി ഇക്വേഷൻ നമ്പേഴ്സ് നോട്ട് ചെയ്യണേ. 1 2 3 4 കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണേ. ഇത് നോട്ട് ചെയ്തില്ലേ? ആൽഫ 1ഉം ആൽഫ 2 ആയി 2 സൊല്യൂഷൻസ് കിട്ടും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു? ഒരു ഗവേണിംഗ് ഇക്വേഷൻ നമ്പർ 1 എഴുതും. ആ ഇക്വേഷൻ നമ്പർ 1ന്റെ അതായത് ഇക്വേഷൻ നമ്പർ 1 ഓർക്കുക, x ഡബിൾ ഡോട്ട് പ്ലസ് c/m ഇൻറ്റു x ഡോട്ട് പ്ലസ് k/m ഈക്വൽ ടു 0 ആയിരുന്നു.
k by m x equal to 0. This was equation number 1. ഇതിന്റെ സൊല്യൂഷൻ ആയി നമ്മൾ എഴുതി x is equal to e raised to alpha t. ഇതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയത്, ആൽഫാന്റെ വാല്യൂ. This was equation number 1. This was equation number 2. Equation number 2ന്റെ സൊല്യൂഷൻ ആണ് അൾട്ടിമേറ്റ് നമുക്ക് ആൽഫ 1 ആയിട്ടും ആൽഫ 2 ആയിട്ടും കിട്ടിയത്. Okay. So now substitute this solution in 2. ഈ സൊല്യൂഷൻ നമ്മൾ ജനറൽ സൊല്യൂഷൻ, ഇത് ജനറൽ സൊല്യൂഷൻ ആണ് അല്ലേ. This was general solution. ഈ ജനറൽ സൊല്യൂഷനിലേക്ക് ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഈ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ സൊല്യൂഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒറിജിനൽ സൊല്യൂഷൻ ഇതായിരുന്നു. ആ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് നമുക്ക് ഇപ്പൊ കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴി നമുക്ക് കിട്ടിയ ആൽഫാന്റെ വാല്യൂസിനെ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ഇങ്ങനെ ആൽഫ 1 ആൽഫ 2 നമ്മുടെ രണ്ട് വാല്യൂ കിട്ടിയാൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡു, ഇത് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, x is equal to a into e raised to alpha 1 t plus b into e raised to alpha 2. പഠിച്ചിട്ടില്ലേ? Yes, sir. This is equation number 5. ഇവിടെ a and b എന്താണ്? They are arbitrary constants. പ്യൂർ മാത്തമാറ്റിക്സ് ആണ് ഇത് മുഴുവൻ. സോ ഈ സൊല്യൂഷനിലൂടെ നമ്മൾ തൽക്കാലം നമ്മളുടെ ഗവേണിംഗ് ഇക്വേഷനായ ഈ ഫസ്റ്റ് ഇക്വേഷന്റെ ഇത് ഫർദർ ഇനിയും ഉണ്ട്. ഫോർ ദ ടൈം ബീങ് വി ആർ സ്റ്റോപ്പിംഗ് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ഹിയർ. ഞാൻ ഇങ്ങനെ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദി എക്സാമിനേഷൻ ടൈം നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇന്ന് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോകും. സോ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഒരു ടോപ്പിക്ക് ഇതേപോലെ ഒരു പോയിന്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അങ്ങ് അറ്റം വരെ ഒരു ഇക്വേഷൻ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തുടങ്ങിയാൽ എവിടെ നിർത്തണം എന്നോ എവിടുന്ന് എങ്ങോട്ടേക്ക് മാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം. എനക്കുണ്ടായിരുന്നു പണ്ട് ഞാൻ ഈ വൈബ്രേഷന്റെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഒരു സെറ്റിൽ തുടങ്ങി പിന്നെ ഇങ്ങനെ കുറെ ഇക്വേഷൻ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട് കുറേ ഡെറിവേഷൻ ഇങ്ങനെ പോയി 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 എനിക്കൊരു എൻഡ് കിട്ടുന്നില്ല. എവിടെ വെച്ച് നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഡീറ്റെയിൽഡ്, അതായത് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽഡ് അനാലിസിസ് ഫോർ ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ട ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഇവിടെയാണ് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നത്. ഈ ഫസ്റ്റ് ഇക്വേഷന്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ വെച്ച് നിർത്തണം. സോ റെഫറൻസ് ടെക്സ്റ്റ് നോക്കുമ്പോൾ നോക്കരുതെന്നല്ല പറഞ്ഞത്, നിർബന്ധമായി നിങ്ങൾ നോക്കണം. ഇതിന്റെ ബേസിൽ നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് നോക്കുക. അത് രക്തനായാലും വൈബ്രേഷൻ ഏത് ടെക്സ്റ്റ് ആയാലും ഇതിന്റെ ബേസിൽ നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റം എവിടെയാണ് അവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ തൽക്കാലം പോകുന്ന ടൈമിംഗ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുക്കാൻ പോകണം. കാരണം ഇതിന്റെ റിമൈനിങ് ആയിട്ട് ബാക്കി വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെറിയൊരു ഡീവിയേഷൻ എടുക്കും. ആ ഡീവിയേഷനിലേക്ക് ഞാൻ പോവാം. സോ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് തുടങ്ങി വി ഹാവ് റീച്ച്ഡ് ടു ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 എന്താ? ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ഗവേണിംഗ് ഇക്വേഷൻ 1. ഇനി ഇതില് ഈ സൊല്യൂഷനിൽ ആൽഫ ആണല്ലോ നമ്മളുടെ സൊല്യൂഷൻ. സോൾവ് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ ആണ്. ലുക്ക് അറ്റ് ആൽഫ. ആൽഫന്റെ ദ ടേം വിത്തിൻ ദ റാഡിക്കൽസ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ സ്ക്വയർ റൂട്ടിലുള്ള ടേം ശ്രദ്ധിക്കുക. c/2m square k/m. If we take the ratio of these two terms, if we write down the ratio, c/2m divided by k/m. If we take down the ratio of these two terms, so c/2m square m, ഈ കിട്ടുന്ന സാധനം നമ്മൾ ഡെൽറ്റ ആയിട്ട് എപ്സിലോൺ ആയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇതിനെ പറയാം. ഈ ഒരു ടേം ആയിട്ട് എടുക്കും. This term is known as damping ratio. Damping ratio എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്നും പറയാം.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറിക്കലില് കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതിൽ യൂഷ്വലി ഒരു സാധനം കാര്യം ഫൈൻഡ് ഔട്ട് ദ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സിന്റെ വാല്യൂ ആണ്, കെന്റെ വാല്യൂ ആണ്, എമ്മിന്റെ വാല്യൂ ആണ്, ഈ വാല്യൂസ് എല്ലാം ആണ്. അത് കണ്ടുപിടിക്കാൻ വേറെ പല മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിൽ അതിലെ കട്ട ഇക്വേഷൻ യൂസ് ചെയ്തത് പല രീതിയിലാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് റേഷ്യോ ഓഫ് ദ ടേംസ് കമ്മിങ് ബിറ്റ്വീൻ ദിസ് വാല്യൂസ്. അതാണ് ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. സോ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഡാമ്പിംഗ് റേഷ്യോ ഓർ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാലും ഇക്വേഷൻ നമ്പർ 1 മുതൽ ഇക്വേഷൻ നമ്പർ 5 വരെ നമ്മൾ കാണിക്കും. എന്നിട്ടാണ് ഇത് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണേ. അടുത്ത സീരീസ് എക്സാമിനേഷനോ മോഡൽ എക്സാമിനേഷൻ എന്താണോ അതിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. അതിലെ തുടക്കം മാത്രമാണ് ഇത്. ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് വിൽ ബി ആസ്ക്ഡ് ആസ് എ പാർട്ട് ഓഫ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ as well as you might be asked to derive the relation for damping ratio, damping constant. അപ്പോഴും നിങ്ങൾ ഈ ഇക്വേഷൻ നമ്പർ 1 മുതൽ 5 വരെയുള്ള ഇക്വേഷൻസ് ആ ഡെറിവേഷൻ ഓർത്ത് വെക്കണം. തൽക്കാലം ഇത്രയും ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതിന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് പല രീതിയിൽ ഇതിന്റെ ഇക്വേഷൻസ് എഴുതാം. കാരണം പല പല ടേം യൂസ് ചെയ്തിട്ട് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ആ ടെർമിനോളജീസിൽ എല്ലാ റിലേഷൻ എഴുതണം, എന്നാലും ന്യൂമറിക്കലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് c/2 c²/4m² multiplied by m/k. a/m എന്നുള്ള m/k വരും. ഇത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. c² divided by 4m² എന്ന് പറഞ്ഞാൽ 2 പുറത്തെടുക്കാം. m² സ്ക്വയർ റൂട്ടിനുള്ളിൽ തന്നെ ക്യാൻസൽ ആവും. റിമൈനിങ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് am. ഇങ്ങനെ എഴുതാം. ഒന്നെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഇങ്ങനെ എഴുതാം. ഈ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഡാമ്പിംഗ് റേഷ്യോന്റെ ബേസിൽ നമുക്ക് ഈ ഡാമ്പിംഗ് റേഷ്യോന്റെ ബേസിൽ നമുക്ക് സിന്റെ വാല്യൂ എഴുതാം. അതും കൂടെ ഒന്ന് മാറ്റി എഴുതാം. ഈ ക്യാൻസൽ ചെയ്യുന്ന ഈ ഈസ് ഈക്വൽ ടു 2 ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഇതെല്ലാം ആവശ്യമുള്ള റിലേഷൻസ് ആണ്. നമുക്കറിയാം ഒമേഗ n ഈക്വൽ ടു റൂട്ട് ഓഫ് a/, റൂട്ട് ഓഫ് k നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ n മൾട്ടിപ്ലൈ ബൈ റൂട്ട് ഓഫ് m എന്ന് എഴുതാം. നമുക്ക് റൂട്ട് ഓഫ് k ആണ്. ഒമേഗ n റൂട്ട് ഓഫ് m എന്ന് റൂട്ട് ഓഫ് k എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് k into റൂട്ട് ഓഫ് m ആണ്. റൂട്ട് ഓഫ് k ഒമേഗ into റൂട്ട് m ആണ്. റൂട്ട് m മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് m, അത് m ആണ്. റൂട്ട് ഓഫ് k m പ്ലസ് റൂട്ട് k into റൂട്ട് m. റൂട്ട് k എന്ന് പറഞ്ഞാൽ ഒമേഗ n into റൂട്ട് m ആണ്. മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് m. This will be ഒമേഗ n into m. ഇവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇക്വേഷൻ പറ്റുക. ഇപ്പൊ എന്തായി? സി ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി ഡാമ്പിംഗ് റേഷ്യോ, ഇത് തമ്മിലുള്ള റിലേഷനാണ്. ഓരോ രീതിയിലും കൂടി ഇതിനെ മാറ്റിയിടാം.
root of m root of m is equal to omega n divided by root of k. Root k divided by omega here k by omega n square root by k. Equation apply. C is equal to C root of m is equal to rewrite എഴുതുന്നു എങ്ങനെ എഴുതാം 2 into beta into a by omega n. m is equal to root k by root n ആണെങ്കിൽ root of m is equal to root k by root n ആണെങ്കിൽ m is equal to a by omega n square. ഈ m ന്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം omega omega cancel ആവും ഈ റിലേഷൻസ് എല്ലാം നോട്ട് ചെയ്തോ ഇതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം നമുക്ക് ന്യൂമറിക്കലി യൂസ് ചെയ്യേണ്ടി വരും നോട്ട് ചെയ്യുന്നുണ്ട് ഇത് Yes, sir. Now, please unmute. Let us go back to our first equation. Equation number 1 ഉണ്ടായിരുന്നു. Equation number 1 is governing equation. First differential equation. That was x double dot plus p by m into x dot plus k by m into x equal. So, for the first equation. C by m into k by m into of the substitutions of that. C by m into k by m into നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മൊത്തം C is equal to 2 beta omega n into m എന്നൊരു ഇക്വേഷൻ. So C by m എന്ന് പറഞ്ഞാൽ എന്തായി 2 beta omega n എന്ന് എഴുതാം. എഴുതിക്കൂടെ Yes, sir. ഈ k by m നമുക്ക് എങ്ങനെ എഴുതാം omega n square എന്ന് എഴുതിക്കൂടെ omega n എന്ന് പറഞ്ഞാൽ root of k ആണ് k by m ആണ്. So k by m is equal to root of omega n square എന്ന് എഴുതിക്കൂടെ ഇത് രണ്ടും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം ഇത് നമുക്ക് എങ്ങനെ എഴുതാം x double dot plus c by m എന്ന് 2 beta omega n multiplied by x double dot plus k by m omega n square x equal to 0. This is just a modified equation. Modified governing equation. ഈ ഒരു governing equation സൊല്യൂഷൻ ആണ് നമുക്ക് നേരത്തെ കിട്ടിയ ആൽഫ 1, 2 അത് ആൽഫ 1 ആൽഫ 2 മൈനസ് c by 2n plus or minus square root of c by 2n whole square minus a by r. ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. This solution can again be rewritten. ഇതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. c by m ന് ഇവിടെ 2 theta omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k by m ന് omega n square കൊടുക്കാം. c by m ന് ഈ വാല്യൂ 2 theta omega എന്നുള്ള വാല്യൂ കൊടുക്കാം. k by m ന് omega n square കൊടുക്കാം. Rewriting this solution. ഈ സൊല്യൂഷൻ റീറൈറ്റ് ചെയ്യാം. Solution. നമുക്ക് എന്ത് എഴുതാം ആൽഫ 1, 2 is equal to c by 2 ന് പകരം 2 theta omega എന്ന് കൊടുത്താൽ minus 2 into beta into omega by 2. ഇവിടെ 2 എന്നില്ല 2 ഉണ്ട്. Plus or minus square
again c by 2 m ആണ് 2 beta omega n divided by 2 whole square minus k by m എന്ന് പറഞ്ഞാൽ omega n. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, 2 ക്യാൻസൽ ആവും. ഇതിന്റെ ഉള്ളിലും 4 പുറത്തെടുക്കുമ്പോൾ 2 അവിടെ ഇവിടെയും 2 സ്ക്വയർ ക്യാൻസൽ ആവും. റിമൈനിങ് വന്ന ആൽഫ 1,2 will be minus beta omega n plus or minus square root of beta omega n whole square minus omega n square. ഇതാണ് ബാക്കി വരിക. ഇതിനെല്ലാത്തിലും ഒമേഗ n കോമൺ ആണ്. ആ ഒമേഗ n കോമൺ ആയിട്ട് എടുത്താൽ ആൽഫ 1,2 can be again simplified ആയിട്ട് എടുക്കണം. മൈനസ് ബീറ്റ ഫസ്റ്റ് മൈനസ് ബീറ്റ വരും പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് വരും ബീറ്റ സ്ക്വയർ മൈനസ് 1 ഒമേഗ. ഈ ഇക്വേഷൻ ഒന്ന് ഓർക്കുക. സംഗീത് സാറ് ആ സാറ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഓ ഇല്ല ആദർ സാറേ, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. സോറി. അല്ല സാറ് അങ്ങനെയാണെങ്കിൽ ഈ അവറും കൂടി എടുത്തോ, ഞാൻ നാളെ എടുത്തോളാം, കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, ഞാൻ നിർത്താം സാർ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനും ഞാൻ ശ്രദ്ധിച്ചു. ശരി. അല്ല സാറ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ഡെറിവേഷൻ ആണെങ്കിൽ